കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അധിക്ഷേപ കുറിപ്പുകൾ തയ്യാറാക്കിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ വളരെ വേഗത്തിൽ തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇത് പ്രചരിപ്പിച്ചവരുടെ ഇതിന്റെ ഒറിജിന്റെ ID അടക്കമുള്ള വിവരങ്ങൾ തേടിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറുപ്രതികരണം മെറ്റയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? മനോ, കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പരമാവധി തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. നിലവിലിപ്പോൾ ഫേസ്ബുക്കിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള മെറ്റയ്ക്ക് ഈ അന്വേഷണ സംഘം കത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ കത്തിൻ്റെ ഭാഗമായ ഒരു മറുപടി ലഭിക്കുകയും കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചാലാണ് അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണമായതിനാൽ തന്നെയാണ് ഈ മെറ്റയ്ക്ക് കത്ത് നിലവിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ടുള്ള ID അത് അവരുടെ തന്നെ, ആ പേരിനുടമയുടെ തന്നെയാണ്, അവർ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള തെളിവുകളടക്കം ലഭിക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഈ ഒരു തെളിവുകൾ കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഷാജഹാൻ ഒപ്പം തന്നെ ഗോപാലകൃഷ്ണൻ ഇരുവർക്കെതിരെയും നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ സാക്ഷി മൊഴികൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചറും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ MLA അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് മുനമ്പം DYSPക്ക് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണം ഊർജിതമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി സൈബർ ഡോമും ഒപ്പം തന്നെ കൊച്ചി സിറ്റി ഒപ്പം തന്നെ എറണാകുളം റൂറൽ പോലീസ് ഉദ്യോഗസ്ഥരോട് അടക്കമുള്ള ഒരു വിപുലമായ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ.ജെ. ഷൈൻ ടീച്ചർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദയനീയമായ ഒരു സംഭവം എന്നുള്ളതാണ്. അതായത് ഇരുവരുടെയും കുടുംബങ്ങളെ പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു അപവാദ പ്രചരണം നടത്തുകയും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും അടക്കം ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി നിലവിൽ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വലിയ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചു വിടുക എന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് മാറിയിരിക്കുന്നതെന്ന് നിലവിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാനും നിലവിൽ കഴിയുന്നുണ്ട്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് അടക്കമുള്ളവർ നിലവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ വസ്തുതകളില്ലാത്ത കാര്യങ്ങൾ ഇനി പ്രചരിപ്പിക്കുവാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും തന്നെ, അതായത് കെ.ജെ. ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുറത്തു വന്നിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വസ്തുതാപരമായ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിനടക്കം മനസ്സിലായ ഒരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കെ.ജെ. ഷൈൻ ടീച്ചർ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുടെ ഉറവിടം അത് പറവൂരിൽ നിന്ന് തന്നെയാണ് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. അവർ അറിയാതെ ഇത്തരത്തിൽ ഒരു കാര്യവും പുറത്തു വരികയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം നടക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അവർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി എന്നതിൻ്റെ മാത്രം കാരണം കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. അത് മുൻ മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് നിരവധി വനിതാ പ്രവർത്തകർക്കു നേരെയാണ് മോശമായ രീതിയിൽ, അതും തെറികളടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു കേസെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്ന വനിതാ താരങ്ങൾ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് വനിതകൾക്കെതിരെയും വളരെ രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ, അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും സമാനമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുക
സംസാരിക്കുന്നവരെ ഇത്തരത്തിൽ പറഞ്ഞാക്ഷേപിച്ചുകൊണ്ട് തെറിവാക്കുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സൈബർ വിങ് ആണ് നിലവിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. നിലവിൽ ആ ഒരു സൈബർ വിങ്ങിൻ്റെ നേതൃത്വത്തിലൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം ഉണ്ടായത് എന്നുള്ള വളരെ വ്യക്തമായ ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക സ്ക്വാഡിനെ തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അല്ലെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി കൂടി ലഭിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും KJ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് പോലീസ്. ഈ ഐഡികളുടെ അടക്കം വിവരങ്ങൾ തേടിക്കൊണ്ട് അതിൻ്റെ ഒരു സമഗ്രമായ വിശദാംശങ്ങൾ ലഭിച്ചാൽ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്കറിയാം ഈ സൈബർ നിയമങ്ങൾ ഏറെ സങ്കീർണ്ണമാണ്. സ്വാഭാവികമായും ഇതിൻ്റെ ശക്തമായ തെളിവുകളില്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ ചെല്ലുമ്പോൾ തള്ളിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെറ്റയിൽ നിന്ന് പോലീസ് സംഘം വിവരങ്ങൾ തേടിയിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ആ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതാണിപ്പോൾ വിവരങ്ങളാണിപ്പോൾ അമൽ പങ്കുവച്ചത്.